ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു മെറ്റീരിയൽ കിറ്റുമായിട്ടാണ്. ഈ ഒരു മെറ്റീരിയൽ കിറ്റ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. കിറ്റിൻ്റെ ഡീറ്റെയിൽ എത്ര റേറ്റ് വരും, ഏതൊക്കെ മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കണ്ടിട്ട് അത് ഷെയർ ചെയ്തിട്ട് കിറ്റിന് എത്ര രൂപ, കിറ്റിൽ എന്തൊക്കെ മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് ദയവിത് ചോദിക്കാതിരിക്കുക കേട്ടോ. അതിനാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 8 മാലകൾ ചെയ്യാനായിട്ടുള്ള ഒരു മെറ്റീരിയൽ കിറ്റാണ് കേട്ടോ. ഏതൊക്കെ മാല എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് വരുന്നത് നമുക്കിപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ നല്ല മൂവിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബീഡാണ് ഈ ഒരു ബബിൾ ബീഡ്, അല്ലെങ്കിൽ അൻഗുര ബീഡ് എന്നൊക്കെ പറയും. നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബീഡാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സിംഗിൾ കളറിലുള്ള ബീഡ്സ് നമുക്ക് ഒരുപാട് മൂവിങ്ങുള്ള റൈറ്റാണ്. അപ്പോൾ ഈ ഒരു ബീഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു മാല. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്ലോയിങ് പേസ്റ്റൽ ബീഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ടൈപ്പ് മാല. ഓൾമോസ്റ്റ് വീഡിയോയിൽ കാണുന്ന സെയിം മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള കളർ ബീഡാണ് കേട്ടോ. നോർമൽ ബീഡല്ല, ഡബിൾ പോളിഷ്ഡാണ്. അതിലിതുപോലെ 3 ലീഫിൻ്റെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹാങ്ങിങ്സ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതില്ലാതെയും നോർമൽ ഒരു മാലയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബീഡ്സ് വെച്ചിട്ടും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തത് വരുന്നത് നമ്മുടെ ഗ്ലാസ് എഫക്റ്റിൽ വരുന്ന ഈ ഒരു സ്ക്വയർ ബീഡും അതുപോലെ തന്നെ ക്രിസ്റ്റൽ എഫക്റ്റിൽ വരുന്ന ഈ ഒരു ടയർ ബീഡും വെച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു മാല കേട്ടോ. ഇത് മൾട്ടി കളറാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവിടെ വൈറ്റ് ബീഡ്സ് കൊടുത്തും ചെയ്തെടുക്കാം കേട്ടോ. വൈറ്റ് ബീഡ്സ് കൊടുത്താലും ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അടുത്തൊരു ഐറ്റം വരുന്നത് നമ്മുടെ മാർബിൾ ബീഡ്സ്. ഈ ഒരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ഈ ഒരു മാർബിൾ ബീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു മാല. സെയിം ബീഡ്സ് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. മൾട്ടി കളറായിട്ടാണ് ഉണ്ടാവുക. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ റിംഗ് ബീഡ്സ് ഉണ്ടല്ലോ, ഇതുപോലെ റിംഗ് ആയിട്ട് വരുന്ന ഈ ഒരു ബീഡ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ഈ ഒരു മാല. ഇത് കണ്ടിട്ടില്ല, ഇത് ചെയ്തതുപോലെ നിങ്ങൾക്ക് ഇതേപോലെ വൈറ്റ് ബീഡ്സ് കൊടുത്തിട്ട് ഇതും വൈറ്റിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അടുത്തത് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ഓഫ് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പേൾ ഹാർട്ടൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മാല കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ബട്ടർഫ്ലൈ വെച്ചിട്ട് ഈ ഒരു മാല. ജസ്റ്റ് നമ്മൾ ഗിയർ വയറിലാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ കിറ്റിനകത്ത് ഉണ്ടാകും ഫിഷിംഗ് വയർ ആയിരിക്കും കേട്ടോ. അത് ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും മാലകൾ, ഈ ഒരു 8 മാല ചെയ്യാനുള്ള മെറ്റീരിയൽസാണ് കിറ്റിനകത്ത് ഉണ്ടാവുക. മെറ്റീരിയൽസ് കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സ് ഉണ്ടല്ലോ, അത് ഈ ഒരു മാല ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതും ഈ ഒരു മൾട്ടി കളറിൽ വരുന്ന ഈ ഒരു മാല ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു ടൈപ്പ് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ. അത് പാക്കറ്റിൽ ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ ഈ ഒരു ബബിൾ ബീഡ്, ഈ ഒരു മാല ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബബിൾ ബീഡ് 8 പീസ് ഉണ്ടാവും കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു നമ്മൾ പറയുന്നത് സ്ക്വയർ ഷേപ്പിലുള്ള ഗ്ലാസ് എഫക്റ്റ് ബീഡ്സും റിംഗ് ഷേപ്പിലുള്ള ഗ്ലാസ് എഫക്റ്റ് ബീഡ്സും, ആ 2 ബീഡ്സ് ഉണ്ടാവും. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഗ്ലോയിങ് പേസ്റ്റിലും അതുപോലെ തന്നെ പേസ്റ്റൽ ബീഡിൻ്റെ ബോളും. അതായത് ഈ ഒരു പേസ്റ്റൽ ബീഡിൻ്റെ ഈ ഒരു മാല ചെയ്തിട്ടില്ലേ, ആ ഒരു ബോള്, അതുപോലെ തന്നെ ഈ ഫ്ലവർ, ഈ ഒരു ഷൈനി പേസ്റ്റൽ ബീഡ്സ്, അതാണ് ഈ ഒരു പാക്കറ്റിലുള്ളത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ മാർബിൾ ബീഡ്, ഈ മാല ചെയ്തിട്ടുള്ള മാർബിൾ ബീഡ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലീഫ്, ഇതിന് ഹാങ്ങിങ് കൊടുത്തിട്ടുള്ള ലീഫ് ഉണ്ടല്ലോ, ആ ഒരു ലീഫ്. പിന്നെ നമ്മളിതിൽ ഹാർട്ട് ഷേപ്പ് ബീഡ്സ് കൊടുത്തിട്ടില്ലേ, ആ ഒരു ഹാർട്ട് ഷേപ്പ് ബീഡ്സ്. ഓക്കെ, ഇതുണ്ടാവും. പിന്നെ വരുന്നത് നമ്മുടെ ഡബിൾ പോളിഷ്ഡായിട്ട് വരുന്നത് ഒരു 8 mm വരുന്ന വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ വരുന്നത് 4 mm ഡബിൾ പോളിഷ്ഡായിട്ട് വരുന്ന വൈറ്റ് ബീഡ്സ്. 6 mm വരുന്ന ഒരു ഓഫ് വൈറ്റിൻ്റെ സ്ട്രിങ് ഉണ്ടാവും. പിന്നെ വരുന്നത് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ റോസ് ഗോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്കൈ ബ്ലൂവോ മിൻറ്റ് ഗ്രീനോ ആയിരിക്കും ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടാവുക കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇത്രയും മെറ്റീരിയൽസ്. ഈ ഒരു മെറ്റീരിയൽസിൽ ആ ഒരു പാക്കറ്റിനകത്ത് ഇത്രയും ഐറ്റംസാണ് ഉണ്ടാവുക കേട്ടോ. ഈ ഒരു മാല ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ചാംസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ജം റിങ്സും ലോക്കും കാര്യങ്ങളും ഉണ്ടാവും. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫിഷിംഗ് വയർ ഉപയോഗിച്ചിട്ട്, ഫിഷിംഗ് വയർ നമ്മൾ ഈ ഒരു 8 മാലയ്ക്ക് വേണ്ടിയിട്ട് 4 മീറ്റർ ഫിഷിംഗ് വയറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫിഷിംഗ് വയർ ഉപയോഗിച്ചിട്ട് ഈ നോർമൽ സ്ക്രൂ ലോക്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ ജ്വല്ലറി അധികം ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ക്രിം ലോക്കൊന്നും വെച്ച് ചെയ്യാൻ അറിയില്ലായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു
സ്ക്രൂ ലോക്ക് വെച്ചിട്ട് തന്നെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 8 പീസ് സ്ക്രൂ ലോക്കും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലോബ്സ്റ്റർ ലോക്കും ഇതെല്ലാം ഉണ്ടാവും. ഈ മാല ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗിയർ വയർ ആഡ് ചെയ്തിട്ടില്ല, അതിന് പകരമാണ് ഫിഷിംഗ് വയർ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കിറ്റിന് റേറ്റ് വരുന്നത് 180 രൂപയാണ് കേട്ടോ. 180. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും. കാരണം ഒരുപാട് പേര് കിറ്റ് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് മെറ്റീരിയൽസും ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു 40 രൂപയ്ക്ക് ഷിപ്പിംഗ് ഇട്ടിട്ടാണ്, ഷിപ്പിംഗ് അത്രയും കുറച്ചിട്ടാണ് നമ്മൾ കിറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത് ഫ്രീ ഷിപ്പിങ്ങിൽ. പക്ഷേ നമുക്ക് വേറെ മെറ്റീരിയൽസ് ഒരുപാട് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് പോസിബിൾ ആയിരിക്കില്ല. പാക്കിംഗ് കവറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമ്മൾ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് എന്താ പറയുക, ഷിപ്പിംഗ് ചാർജ് കിറ്റിന് എക്സ്ട്രാ ആയിരിക്കും. അത് നിങ്ങൾ ഇനിയിപ്പോൾ മെറ്റീരിയൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ 55 രൂപ അത്രയൊക്കെ വരും കേട്ടോ, അല്ലെങ്കിൽ 45 രൂപയൊക്കെ വരാം. അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് 180 രൂപ കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. പെരുന്നാളിന് ശേഷമാണ് ഡിസ്പാച്ച് ഉണ്ടാവുള്ളൂ. അർജൻറ്റ് ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നില്ല, കാരണം പെരുന്നാളിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ. താങ്ക്